നമസ്തേ, മെൻ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഒരുപാട് നന്ദി. നോക്കൂ, ഇന്ന് നമ്മൾ വളരെ രസകരമായ ഒരു വിഷയമാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നൊരു വിഷയം, പക്ഷേ അധികം ശ്രദ്ധിക്കാത്ത ഒരു വിഷയം. ആ വിഷയം മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരികയും ചെയ്യും. ഇപ്പോൾ നോക്കൂ, രാവിലെ എഴുന്നേറ്റ ഉടൻ ആദ്യത്തെ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഫോണിലേക്ക് കൈനീട്ടുന്ന ശീലം നിങ്ങളിൽ എത്ര പേർക്കുണ്ടാകും? നമ്മളിൽ ഭൂരിഭാഗം ആളുകളും കണ്ണ് തുറക്കുമ്പോൾ തന്നെ ആദ്യം ചെയ്യുന്നത് വാട്സപ്പോ നോട്ടിഫിക്കേഷനോ പരിശോധിക്കുകയാണ്, അല്ലേ? എന്നാൽ ഒരു രസകരമായ കാര്യം എന്താണെന്ന് പറയട്ടെ, രാവിലെ ഉണർന്ന ഉടൻ ഫോൺ നോക്കുമ്പോൾ ഏതാണ്ട് 100ഓളം ആളുകളെയും അവരുടെ പ്രശ്നങ്ങളെയും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുക. നമുക്ക് പരിഹരിക്കാൻ ഇത്രയും വിഷയമുള്ളപ്പോൾ തന്നെ. അപ്പോൾ നിങ്ങളുടെ പ്രഭാതത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്ന 4 എണ്ണുകൾ ഏതൊക്കെ നോക്കിയാലോ? ഞാനിതിനെ നീനോ എന്നാണ് പറയുക. കാരണം ഒന്നാമത്തെ എൻ ന്യൂസാണ്. NEWS, ന്യൂസ്, വാർത്തകൾ. ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മെ അസ്വസ്ഥമാക്കുന്ന നെഗറ്റീവ് വാർത്തകൾ. രണ്ടാമത്തത് നോട്ടിഫിക്കേഷൻസ്, ഫോണിലേക്ക് വരുന്ന സന്ദേശങ്ങളും മുന്നറിയിപ്പുകളും. 3 നെഗറ്റിവിറ്റി, ഈ സോഷ്യൽ മീഡിയയിലെയും മറ്റും ഈ നെഗറ്റീവായിട്ടുള്ള, പ്രത്യേകിച്ച് യൂട്യൂബിലേക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള അങ്ങനത്തെ വീഡിയോസൊക്കെ ഇല്ലേ. 4 നോയ്സാണ്, ബഹളങ്ങൾ. മനസ്സിൻ്റെ ശാന്തത കെടുത്തുന്ന ബാഹ്യമായ അനാവശ്യ ശബ്ദങ്ങൾ. നീനോ. രാത്രിയിൽ നല്ലൊരു ഉറക്കത്തിന് ശേഷം നിങ്ങൾ 0 എന്ന പോസിറ്റീവ് അവസ്ഥയിലാണ് തുടങ്ങുക. നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് ഇല്ല, 0 ബാലൻസ്ഡ് ആണ്. എന്നാൽ ഈ 4 എണ്ണുകളോടെയാണ് നിങ്ങളുടെ പ്രഭാതമെങ്കിൽ നിങ്ങൾ -4ലേക്ക് താഴുകയും ബാക്കി സമയം സ്വയം വലിച്ചഴിച്ച് കൊണ്ടുപോയി വരികയും ചെയ്യും. അപ്പോൾ ഈ എണ്ണുകളിൽ നിന്ന് മാറി നമ്മുടെ പ്രഭാതങ്ങളെ അതിശക്തവും നല്ല പവർഫുള്ളാക്കാൻ സഹായിക്കുന്ന 4 ശീലങ്ങൾ, മോർണിംഗ് ഹാബിറ്റ്സ് ഇന്ന് നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? നോക്കൂ, ഈ 1 താങ്ക്ഫുൾനെസ് ആണ്. താങ്ക്ഫുൾനെസ്, നന്ദി പറയുക. നന്ദി പറയുമ്പോൾ നമ്മൾ ധാരാളം താങ്ക് യു അടിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെയല്ല, വ്യക്തവും വ്യക്തിപരവുമായ നന്ദി. ഇപ്പം നമുക്കറിയാം, ഞാൻ നിങ്ങളോട് മൊബൈൽ എടുക്കരുതെന്ന് പറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് മൊബൈൽ എടുത്തേ പറ്റുള്ളൂ. കാരണം എന്താ? മിക്കവാറും അലാറം വെക്കുന്നത് മൊബൈലിലാണ്. അപ്പം മൊബൈൽ എടുത്താലേ അലാറം ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. രാവിലെ തന്നെ നിങ്ങൾ ഓൺലൈൻ മീറ്റിങ്ങുകൾ കയറുന്നുണ്ടാവും. അങ്ങനെയെങ്കിൽ മൊബൈൽ എടുത്തേ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പോൾ മൊബൈൽ ഇല്ലാത്തൊരു പ്രഭാതം ഇല്ലയെന്ന് വിചാരിക്കാം. മൊബൈലുണ്ട്, ആ മൊബൈലിനെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് ഈ താങ്ക്ഫുൾനെസ്. നമുക്ക് എല്ലാം അറിയാം ഈ ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നന്ദിയുള്ളവരായിരിക്കണമെന്ന്. പക്ഷേ അല്ലേ, ഇത് ഒരു കേട്ട് പഴകിയ ഒരു സാധനമായിട്ടാണ് നിങ്ങൾക്ക് കാണുക. എന്നാൽ മനസ്സിൽ നന്ദി നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ഭയത്തിനോ ആശങ്കകൾക്കോ ഒരേ സമയം ജീവിക്കാൻ കഴിയില്ല എന്നതാണ് സയൻസ്. മനസ്സിൽ നന്ദി നിറച്ചേ അവിടെ ഭയം ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ ഭയത്തിൽ, നെഗറ്റിവിറ്റിയിൽ ഉണരാതെ, ഉത്കണ്ഠയിൽ ഉണരാതെ നന്ദി കൊണ്ടുവരുമ്പോൾ അവിടെ ഈ മാജിക് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഒരു ചെറിയ രഹസ്യമുണ്ട് കേട്ടോ. നമ്മളെല്ലാവർക്കും വെറുതെ നന്ദി എന്ന് എഴുതി വെച്ചാൽ പോരാ, അത് സ്പെസിഫിക്കും പേഴ്സണലും ആയിരിക്കണം. മനസ്സിലായില്ലല്ലേ? ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് ശേഷം സ്റ്റേജിലേക്ക് എന്നെ കാണാൻ 2 പേര് വന്നു കേട്ടോ. എന്നിട്ട് ഒരാൾ എന്നോട് പറയുകയാണ്, താങ്ക് യു സാർ, ക്ലാസ് വളരെ നന്നായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ആൾ എന്നോട് പറഞ്ഞത്, സാറ് കഴിഞ്ഞ കുറേ ദിവസമായി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഭാരം ഈ ഒറ്റ സെഷൻ കൊണ്ട് മാറി. ഈ സാറ് പറഞ്ഞ ഉദാഹരണം എൻ്റെ ജീവിതത്തെയാണ് സ്പർശിച്ചത് സാർ, ഒരുപാട് നന്ദി, ഞാനിപ്പോൾ ഫ്രീ ആണ്. നമുക്ക് 2 പേരും നന്ദിയാണ് പറഞ്ഞത്, അല്ലേ? ഈ 2 സന്ദേശങ്ങളിൽ രണ്ടാമത്തേതാണ് എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം വലുതായിട്ടുണ്ടാക്കിയത്. ഇവിടെ രസകരമായ ഒരു കാര്യം എന്തെന്നാൽ, ആ സന്തോഷം കേട്ട എനിക്ക് സന്തോഷം ഉണ്ടായി എന്ന് മാത്രമല്ല, അത് വ്യക്തിപരമായി പങ്കുവെച്ച വ്യക്തിയുടെ മനസ്സിലാണ് എന്നേക്കാൾ വലിയ സന്തോഷവും പോസിറ്റിവിറ്റിയും നിറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ താങ്ക്സ് പറയുമ്പോൾ അത് പേഴ്സണലൈസ്ഡ് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. വെറുതെ താങ്ക്സ് പറയരുത്. ആ കാര്യം പറഞ്ഞുകൊണ്ട് വിശദമായൊരു നന്ദിക്കുറിപ്പ്. നിങ്ങൾക്ക് ഒരു ടാസ്ക് തരട്ടെ, അടുത്ത 7 ദിവസത്തേക്ക് രാവിലെ എഴുന്നേറ്റ ഉടൻ സോഷ്യൽ മീഡിയ നോക്കുന്നതിന് പകരം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് മനസ്സിൽ തട്ടിയുള്ള ഒരു താങ്ക് യു മെസ്സേജ് അയക്കാവോ? അത്
സ്പെസിഫിക് ആയിരിക്കണം, പേഴ്സണൽ ആയിരിക്കണം. നിങ്ങളുടെ ആ ദിവസത്തെ ആകെ അത് മാറ്റിമറിക്കും. ഇനി രണ്ടാമത്തെ ഒരു ടൂളാണ്, നമുക്ക് രണ്ടാമത്തെ എന്നിന് പകരം നമുക്ക് ഇൻസ്പിരേഷൻ, മനസ്സിന് ദിവസവും ഊർജം നൽകുക. ഇപ്പോൾ വീട്ടിൽ പാല് തീർന്നു പോയാൽ നമ്മൾ കടയിൽ പോയി വാങ്ങാറുണ്ടല്ലേ. എന്നാൽ നമ്മുടെ ഉള്ളിലെ ഇൻസ്പിറേഷനും ഉന്മേഷവും തീർന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്കിപ്പോൾ ഒന്നിനൊരു മൂഡില്ല, ഞാൻ സ്റ്റക്കായിരിക്കുകയാണെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കും. ഇപ്പോൾ ഫ്രിഡ്ജിൽ സാധനങ്ങൾ നിറയ്ക്കുന്നത് പോലെ ദിവസവും രാവിലെ നമ്മുടെ മനസ്സിലേക്ക് ഈ ഇൻസ്പിറേഷൻ നിറയ്ക്കാൻ പറ്റിയാലോ? എൻ്റെ കരിയറിൻ്റെ ആദ്യകാലങ്ങളിൽ ദിവസവും രാവിലെ ഉണരുമ്പോൾ തന്നെ ഞാൻ ഈ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആളുകളുടെ പ്രസംഗങ്ങൾ, ചിന്തകളൊക്കെ കേൾക്കുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. ചിലപ്പോൾ മാസം മുഴുവൻ ഒരേ പ്രസംഗം തന്നെ വീണ്ടും വീണ്ടും കേൾക്കും. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വാക്കുകൾ എൻ്റെ തലച്ചോറിലെ ചിന്തകളെ റീവയർ ചെയ്യാൻ തുടങ്ങി. അതെന്നെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എല്ലാ ദിവസവും പുതിയ എന്തെങ്കിലും കണ്ടെത്തേണ്ടതില്ല. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ പുസ്തകത്തിലെ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു വരിയോ ആവട്ടെ, അത് ദിവസവും നിങ്ങളുടെ രാവിലെ നിങ്ങളുടെ മനസ്സിലേക്ക് നിറയ്ക്കുക. സോ ഇൻസ്പിറേഷൻ. ഇനി മൂന്നാമത്താണ് മെഡിറ്റേഷൻ. നിങ്ങളുമായി ഒരു കൂടിക്കാഴ്ച. പലരും ചോദിക്കും, സാർ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ അറിയില്ല, ഞാൻ കണ്ണടച്ചാൽ ഉറങ്ങിപ്പോകും എന്നൊക്കെ പറയും. എന്നാൽ മെഡിറ്റേഷൻ എന്നാൽ ഭയങ്കര സങ്കീർണമൊന്നുമല്ല. വളരെ സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുമായി നടത്തുന്ന ഒരു കൂടിക്കാഴ്ചയാണ്. മീറ്റിംഗ് വിത്ത് യുവർ സെൽഫ്, അതാണ് മെഡിറ്റേഷൻ. ദിവസവും നമ്മൾ വീട്ടുകാരോടും സുഹൃത്തുക്കളോടും ഓഫീസിലുള്ളവരോടൊക്കെ സംസാരിക്കുന്നു അല്ലേ. എന്നാൽ എന്നെങ്കിലും നിങ്ങൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? എങ്ങനെ ആരംഭിക്കാം മെഡിറ്റേഷൻ? രാവിലെ 5 മിനിറ്റ് സിമ്പിൾ, ശാന്തമായിരുന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇന്ന് ഞാൻ എനിക്കായി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? എന്നിട്ട് വെറുതെ ഇരിക്കുക. മെഡിറ്റേഷനാണ്. ഇനി രാത്രി 5 മിനിറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചോദിക്കുക, ഇന്ന് എനിക്കായി ഞാൻ മാറ്റിവെച്ച ആ കാര്യം ചെയ്തപ്പോൾ എനിക്ക് എന്താണ് തോന്നിയത്? ഒരു 2-3 നന്ദി കൂടി അവസാനം പറഞ്ഞേക്കാം. അപ്പോൾ 5 മിനിറ്റ്, ഈ 10 മിനിറ്റ് സമയം നിങ്ങളുടെ മനസ്സിന് തരുന്ന ശാന്തത വളരെ വലുതാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് 4ാമത്തെ കാര്യം, അതാണ് എക്സസൈസ്. ഇപ്പോൾ നിങ്ങൾ എവിടെ താമസിക്കുക? ഒന്ന് കമൻറ്റ് ചെയ്യാമോ എവിടെ താമസിക്കാമെന്ന്? വേണ്ട, ചെയ്യാൻ വരട്ടെ. നിങ്ങൾ ഓരോ സ്ഥലപ്പേര് പറയും അല്ലേ. ഞാൻ പറയും ഞാൻ വൈക്കോ എന്ന് പറയും, ചെല്ല് പറയും എറണാകുളം എന്ന് പറയും, വയനാട് എന്ന് പറയും, ബത്തേരി എന്ന് പറയും. അല്ല, യുവർ ബോഡി ഈസ് ദ ഓൺലി പ്ലേസ് വെർ യു ലീവ്. നിങ്ങളുടെ ശരീരത്തിലാണ് നിങ്ങൾ ജീവിക്കുക. അപ്പോൾ വ്യായാമം ചെയ്യണമെന്ന് അറിയാത്തവരായിട്ട് ആരുമില്ല. എന്നാൽ അത് സ്ഥിരമായി കൊണ്ടുപോകാൻ പലർക്കും സാധിക്കാറില്ല. ഈ എക്സസൈസ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ അത് 2 കാര്യങ്ങൾ വേണം. ഒന്ന്, കോമ്പറ്റീറ്റീവ്, മത്സരബുദ്ധി. ഒരു ചെറിയ ചലഞ്ച് പോലെ അതിനെ കാണുക. 2, കൂട്ടായ്മ, കൊളാബറേറ്റീവ്. സുഹൃത്തുക്കളോടൊപ്പമോ കുടുംബത്തോടൊപ്പമോ ചെയ്യുക. ഈ ഞാൻ നടത്തുന്ന കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളിൽ ആളുകളെ ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഇങ്ങനത്തെ പ്രാക്ടീസുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. കാര്യങ്ങളൊരു കളിയുടെ രൂപത്തിലാവുമ്പോഴേക്കും മറ്റുള്ളവരോടൊപ്പം ചെയ്യുമ്പോഴും അത് മുടക്കം വരുത്താതെ തുടരും. സോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഈ പറയുന്ന 3 Cകളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കുറവുണ്ടെന്നർത്ഥം. 1ാമത്തെ C, കോച്ചിങ്. നിങ്ങളെ കൃത്യമായി നയിക്കാൻ ആ വഴിയിലൂടെ മുമ്പ് സഞ്ചരിച്ച ഒരു കോച്ച്, ഒരു മെൻറ്റർ. 2ാമത്തെ C, കമ്മിറ്റ്മെൻറ്റ്. കൃത്യമായൊരു ഷെഡ്യൂളും സ്ഥിരതയുള്ള പരിശീലനവും. 3ാമത്തെ C, കമ്മ്യൂണിറ്റി. നിങ്ങളോടൊപ്പം വളരാൻ ആഗ്രഹിക്കുന്ന സമാന ചിന്താഗതിയുള്ള ആളുകളുടെ ഒരു കൂട്ടം. അതുകൊണ്ട് ഇന്നു മുതൽ നെഗറ്റിവിറ്റിക്ക് പകരം താങ്ക്ഫുൾനെസ്, ന്യൂസിന് പകരം ഇൻസ്പിറേഷൻ, നോട്ടിഫിക്കേഷന് പകരം മെഡിറ്റേഷൻ, നോയ്സിന് പകരം എക്സസൈസ്. ഇത് ശീലമാക്കൂ. നിങ്ങളുടെ പ്രഭാതങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം സ്വയം മാറി തുടങ്ങും. സോ വളരെ സിമ്പിളായ ഈ ശീലങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുക. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 3 Cയും എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹാപ്പിനെസ് ക്ലബിൻ്റെ അടുത്ത ബാച്ച് തുടങ്ങുകയാണ്. ആ ബാച്ചിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അവിടെ 3 C ഉണ്ട്, കോച്ചിങ് ഉണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, പ്ലസ് കമ്മ്യൂണിറ്റി. നിങ്ങളോടൊപ്പം വിജയിക്കാൻ ആഗ്രഹമുള്ള, വിജയിച്ച ആയിരക്കണക്കിന് പേരുടെ കൂടെ നിങ്ങൾക്കും സ്വാഗതം. താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനലിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ മാക്സിമം ഇതിനെ ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് ഇത്തരം വീഡിയോസ് എത്തിച്ചു കൊടുക്കണം. ഒപ്പം
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നീനോ പഠിച്ചു, 3 CCC പഠിച്ചു. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, വിജയിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.